ഫസ്റ്റ് ഓഫ് ഓൾ, ഞങ്ങളുടെ പ്രൊമോഷൻ ഇന്റർവ്യൂവില് ആ ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം കൊടുത്തിട്ടുള്ളത്. ഒരു സിനിമയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളെ പറ്റിയിട്ടോ മോശമായിട്ട് ഞാൻ അഭിപ്രായപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു കാര്യവും വന്നത് വേറൊരു കാര്യമായിട്ടാണ്. അതിൽ വളരെ ദുഃഖമുണ്ട്. ദയവ് ചെയ്ത് ഉപദ്രവിക്കേണ്ടിരിക്കും. നല്ല സിനിമകളൊക്കെ വന്ന് ജീവിതം ഒന്ന് സന്തോഷമായി വരുമ്പോൾ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ഞങ്ങളെ താഴെയിടാൻ നോക്കുന്നു. ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ ഒന്ന് പറയൂ. ലൈക്ക് വാട്ട് യു റിയലി വാണ്ടഡ് ടു നോ. ഇല്ല, നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായിട്ട് ഉള്ളിൽ ഒരുപാട് ഇൻഹിബിഷൻസും പേടികളും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ അതേപോലെ എനിക്ക് പേഴ്സണലി പേടിയുണ്ട്. പക്ഷെ ആ സിനിമ ഞാൻ കാണില്ല എന്നതുകൊണ്ട് ഞാൻ പേടിയെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. പക്ഷെ മനസ്സിനെ ഒന്ന് പ്രാപ്തിപ്പെടുത്തിയിട്ട് ആ സിനിമ എനിക്ക് കാണണം, അത് എൻജോയ് ചെയ്യണം, ആ ക്രാഫ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയണം. അതേപോലെ ഈ സിനിമ ചെയ്യുമ്പം പാരനോർമൽ ആക്ടിവിറ്റീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതും ഓക്കെ. അപ്പം സ്വന്തമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഫുൾ ടൈം ഷൂട്ട് ചെയ്തതും കാര്യങ്ങളും. അപ്പൊ ആരും അങ്ങനെ ഒറ്റയ്ക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇറ്റ് വാസ് എ ഫൺ ഷൂട്ട്. പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഞങ്ങൾ ചെയ്തതെങ്കിൽ ഞങ്ങൾക്ക് അതൊരു അടിപൊളി ഷൂട്ടായിരുന്നു. വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു 1 വീക്കോളം ഉണ്ടായിരുന്നു അല്ലേ? 2 weeks. ഓക്കെ, 10 days. 10 days വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് പല ഇപ്പം ദേവേന്ദ്രനാഥ് തിയേറ്റർ പ്രാക്ടീഷണർ, ഹീസ് ആക്ടിങ് ട്രെയിനർ. അപ്പോൾ ദേവേട്ടനാണ് ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് എടുത്തത്. സോ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ വി ഫോണ്ട് ഇറ്റ് പ്രിറ്റി വെൽ. ആൻഡ് ഞങ്ങളെപ്പോഴും മറ്റേ ഒരു വണ്ടിയിൽ എല്ലായിടത്തും കൊണ്ടുപോകും, ഒരു വണ്ടിയിൽ തിരിച്ചു കൊണ്ടുവരും അല്ലേ? സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു അവിടുന്ന്. ഞങ്ങൾ സെപ്പറേറ്റ് വണ്ടികളിലൊന്നും കയറ്റരുത്, 6 പേര് എപ്പോഴും ഒന്നിച്ചുണ്ടാവും. ആൻഡ് അപ്പം ഈ വർക്ക്ഷോപ്പിൻ്റെ ഇടയിൽ തന്നെ പല പല സീക്വൻസുകൾ ചെയ്യുമ്പോഴും വി ഗെറ്റ് ഇൻ ടു ലൈക്ക് പല പല ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഈവൻ വർക്ക്ഷോപ്പിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഐ തിങ്ക് ഒരു ട്രഷർ ഹണ്ട് എക്സസൈസ് ഉണ്ടായിരുന്നു. ഞങ്ങളതുപോലെ 3 പേര് ഡിവൈഡ് ചെയ്തൊരു ട്രഷർ ഹണ്ട് ആയിട്ടൊക്കെ ചെയ്തു. എൻ്റെ ടീം ജയിച്ചായിരുന്നു. എനിക്ക് ടീമിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല, എൻ്റെ ടീം ജയിച്ചായിരുന്നു. അപ്പം ഈ ഒരു ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബോണ്ടായി. പിന്നെ എല്ലാവരും പക്ഷെ ഒറ്റ എയിമോടെയാണല്ലോ ഈ പടത്തിൽ നിൽക്കുന്നത്. നല്ലൊരു വർക്ക് പുറത്തേക്ക് കൊടുക്കുക, നല്ലൊരു ഔട്ട് കൊടുക്കുക എന്നുള്ള ഒരു എയിമാണ് ഈ 6 പേർക്കും എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത് 6 പേർക്കും ഒരു എയിമാണുള്ളത്. ആൻഡ് ഈ വർക്ക്ഷോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഓക്കെ ഒരു ആക്ടർക്ക് ചിലപ്പോൾ ഈ ഏരിയയിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് എങ്ങനെ അയാളെ സപ്പോർട്ട് ചെയ്ത് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾക്ക് പരസ്പരം വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമായിരുന്നു നമുക്ക് വർക്ക് ചെയ്യാൻ. പാരനോർമൽ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും ഫീൽ ഉണ്ടായില്ല. പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. റൂമിലേക്ക് പോയിട്ട് പിന്നെ തന്നെ ഉറങ്ങണം. പക്ഷെ ലക്കിലി രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്തിട്ട് നൈറ്റ് ഷൂട്ടായിരുന്നു. ഡേ സമയത്ത് സൂര്യന് ഉദിച്ചിട്ടുണ്ട്, അപ്പോൾ അത്ര പേടിയുണ്ടായില്ല. പക്ഷെ ശരിക്കും ഡേ സമയത്ത്, കാരണം അവിടെയും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലൊക്കെ കുറച്ച് സെക്യൂർഡ് ആണ്, അടുത്ത ആരും ഇല്ല, ഒരു വില്ലേജിലൊക്കെയാണ്. അപ്പോൾ ഒരിക്കൽ റൂമിൽ വന്നാൽ പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല, എന്ത് കാരണം വെച്ചാൽ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പേടിയുണ്ടായി. പക്ഷെ ഷൂട്ടിൽ വി ഓൾ വർ ഹാവിങ് ലൈക്ക് എ വെരി ഗുഡ് ടൈം. ആൻഡ് ആ ഒരു റിലാക്സേഷനായ കാരണമാണ് നമ്മൾ ഇമോഷൻസും സിറ്റുവേഷനും പടത്തിലെ ഷൂട്ടിന്റെ സമയത്ത് കുറച്ചൊന്ന് റിലാക്സ് ആയ കാരണം നമ്മുടെ ഇമോഷൻസ് കൂട്ടും.
അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് അഭിനയിക്കണ്ടേ. പക്ഷെ ആ സിറ്റുവേഷൻ വന്നില്ല. സോ വി വർ ഓൾ വെരി കംഫർട്ടബിൾ വിത്ത് ഈച്ച് അതർ, വി വർ വെരി റിലാക്സ്ഡ്. വി ഹാവ് എ വെരി ഗുഡ് ഡയറക്ടർ, വളരെ ഈസി ഗോയിങ് ഡയറക്ടറാണ്. എനിക്ക് ചിത്ര കിട്ടില്ല, പക്ഷേ കുറച്ചൊക്കെ ചിത്ര കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടു അല്ലേ. സോ ഈ മെയ്ഡ് എവ്രിബഡി, പ്രത്യേകിച്ച് അത് ആ കറുത്ത ചെറുക്കുന്ന ചെറുക്കൻ. ബട്ട് വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ല. രാത്രി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് അബൌട്ട് ഒക്ടോബർ നവംബർ സമയം, കുട്ടിക്കാലത്ത് ഫോഗ് ഉണ്ടായി. പിന്നെ ഒരു ചെറിയൊരു മലയുടെ മുകളിൽ ഒരു തണ്ണീർ നിൽക്കുന്ന ഒരു വീട്. അപ്പൊ എല്ലാവരും ടേക്ക് ചെയ്യുന്ന സമയത്ത് സൈലൻസ് ആകുമ്പോൾ നമുക്ക് തോന്നിക്കും പുറത്തുനിന്ന് ആരോ എന്തോ ശബ്ദം വരുന്നുണ്ട്. അങ്ങനത്തെ നമ്മുടെ മൈൻഡ് പ്ലേയിങ് ഗെയിംസ് ഓൺ അസ്. അതുകൂടാതെ വി ഡു നോട്ട് ഹാവ് എനി സ്കേറി എക്സ്പീരിയൻസ് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഐ വാസ് സ്കേർഡ്, അത് ഞാൻ പറയാം.